അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഒരു ബ്രിട്ടീഷുകാരിയാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത് BBC വേണ്ടിയിട്ട്. ഇൻ്റർവ്യൂവിൽ ബ്രിട്ടീഷുകാരി ചോദിക്കുന്നുണ്ട്, താങ്കൾക്ക് എന്തെങ്കിലും ഒരു വീക്ക് പോയിൻറ്റ് താങ്കൾ ഭരിക്കുമ്പോൾ ഉണ്ടാകാമല്ലോ, അങ്ങനെ എന്തെങ്കിലും വീക്ക് പോയിൻ്റ് ഉണ്ടോ എന്ന് തോന്നിയിട്ടില്ലേ? അപ്പം നരേന്ദ്രമോദി പറഞ്ഞു, അതെ, എനിക്കൊരു വീക്ക് പോയിൻ്റ് ഉണ്ട്. അത് ഈ നാട്ടിലെ ആ മീഡിയയെ എങ്ങനെ ഡീൽ ചെയ്യണം എന്ന് എനിക്കറിയില്ലായിരുന്നു. അതാണ് എൻ്റെ വീക്ക് പോയിൻ്റ് എന്ന് നരേന്ദ്രമോദി പറഞ്ഞതുപോലെയാണ് കാര്യങ്ങൾ. ഇങ്ങനെയാണ് നമ്മുടെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർ ഈ സാധനത്തിനെ കൊണ്ട് ബന്ധിപ്പിക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. ഈ നരേന്ദ്രമോദിയുടെ അടുത്ത് പോയിട്ട് മോദിക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് ഏതാണ്? അപ്പം മോദി പറയും, എനിക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് ആപ്പിൾ എന്ന് പറയുമ്പോൾ ചോപ്പ് എന്ന് പറയുമ്പോൾ ചോര എന്ന് പറയുമ്പോൾ ഗുജറാത്ത് കലാപം എന്ന് പറയുമ്പോൾ നരാധമൻ എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി. ഇങ്ങനെ കൊണ്ട് ബന്ധിപ്പിക്കുന്ന ഈ ഒരു സാധനം ചെയ്ത് ജീവിക്കുന്നതിൽ നല്ലത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ കമ്പിപ്പാര എടുത്ത് കക്കാൻ ഇറങ്ങുന്നതാണ് എന്ന് മാത്രമേ ബഹുമാനപുരസരം എനിക്ക് പറയാനുള്ളൂ എൻ്റെ പൊന്നു സ്മൃതി പരുത്തിക്കാടിനോട് എന്ന് മാത്രമാണ്. ഇനി വേറൊരു കാര്യം, ഈ പ്രജ എന്ന് പറഞ്ഞ വാക്ക്, അതാണ് വലിയ വിഷയം. പ്രജ, കഞ്ഞി എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വലിയ ഫ്യൂഡൽ സംഭവമായി പോയാടെ. എനിക്ക് അറിഞ്ഞൂടാ, ഇനി ആ അങ്ങേരെ കൂടെ കയറി ഇരിക്കണോണ്ടാണോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ റിപ്പോർട്ടറിലെ മീറ്റ് ദ എഡിറ്റേഴ്സിൽ തലയിൽ മുടിയില്ലാത്ത ഒരാൾ അവിടെ ഇരിപ്പുണ്ടോ? ആ തലയിൽ മുടിയില്ലാത്ത ആൾ പറഞ്ഞിരിക്കുന്നത്, പ്യുവർ വെജ് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഭരണഘടനയെ ഒരു വട്ടം പിന്നോട്ടടിക്കുകയാണ്. അതായത് പ്യുവർ വെജ്, ജാതി, ശുദ്ധിബോധം എന്നൊക്കെയാണ് പറയുന്നത്. എങ്ങനെ കണ്ടുപിടിക്കുന്നതാ ഇതൊക്കെ?